Hi students and friends, നാം റിലീഫ് അണ്ടർ സെക്ഷൻ 89 എന്ന പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. റിലീഫ് അണ്ടർ സെക്ഷൻ 89 സാലറി വാങ്ങുന്ന ആളുകൾക്ക് മാത്രമുള്ള ഇൻകം ടാക്സിലെ ഒരു റിലീഫാണ് ഇത്. ഏരിയേഴ്സ് ഓഫ് സാലറിയോ അഡ്വാൻസ് സാലറിയോ വാങ്ങുന്ന കാരണം കൊണ്ടോ കമ്മ്യൂട്ടഡ് പെൻഷനോ ഗ്രാറ്റുവിറ്റിയോ ഒക്കെ ലഭിക്കുന്ന കാരണം കൊണ്ടോ താൻ ടാക്സ് കൊടുക്കേണ്ടത് ഒരു ലോ റേറ്റിൽ നിന്ന് ഹൈ റേറ്റിലേക്ക് മാറുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു റിലീഫ് ബിസിനസ്സുകാർക്കില്ല, ഇൻകം ഫ്രം അതർ സോഴ്സിനില്ല, മറിച്ച് സാലറിഡ് പീപ്പിളിന് മാത്രമുള്ള റിലീഫാണ് അണ്ടർ സെക്ഷൻ 89. ഏരിയേഴ്സ് ഓഫ് സാലറി വാങ്ങുന്ന സമയത്തും അഡ്വാൻസ് സാലറി വാങ്ങുന്ന സമയത്തും ഗ്രാറ്റുവിറ്റിയോ ലീവ് എൻകാഷ്മെൻറ്റോ കമ്മ്യൂട്ടഡ് പെൻഷനോ ഒക്കെ വാങ്ങുന്ന സമയത്തും ഈ റിലീഫിന് അപ്ലൈ ചെയ്യാം. റിലീഫ് കഴിച്ചതിന് ശേഷം ബാലൻസ് ടാക്സ് കൊടുത്താൽ മതി. നാം ഇപ്പോൾ പഠിക്കുന്നത് റിലീഫ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ്. ഏരിയേഴ്സ് ഓഫ് സാലറി കിട്ടിയതായിരിക്കുന്ന ഒരാളുടെ റിലീഫ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ്. 2019-20 ഇതാണ് നമ്മൾ പഠിക്കുന്ന പ്രീവിയസ് ഇയർ. ഈ പ്രീവിയസ് ഇയർ ഒരാൾക്ക് ശരിക്ക് 5,10,000 സാലറി ഉണ്ടായിരുന്നുള്ളൂ എന്ന് സങ്കല്പിക്കുക. ഒരു വർഷത്തെ സാലറി 5,10,000 ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇദ്ദേഹത്തിന് പണ്ട് കിട്ടാതിരുന്ന, പണ്ട് എന്നാൽ 1997-98 ഏത് വർഷവും എടുക്കട്ടോ, 1997-98 ലഭിക്കാനുണ്ടായിരുന്ന ഒരു 5,000 കൂടെ കിട്ടി. ഒരു 5,000 കൂടെ കിട്ടി. അപ്പോൾ അദ്ദേഹത്തിന് ഏരിയേഴ്സ് ഓഫ് സാലറി കിട്ടിയല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻകം 5,15,000 ആയി. ഈ 5,000 എന്ന് കിട്ടാനുള്ളതാണ്? 1997-98 എംപ്ലോയർ കൊടുക്കാനുള്ളതാണ്. അന്ന് അദ്ദേഹത്തിന് കിട്ടിയ സാലറി 56,000 ആണ്. ഒരു 5,000 കൂടെ കിട്ടേണ്ടതായിരുന്നു അന്ന്. പക്ഷേ അന്ന് എംപ്ലോയർ അടുത്തില്ലാത്തതുകൊണ്ട് അന്ന് കൊടുത്തില്ല. അന്ന് ടോട്ടൽ കിട്ടേണ്ട സാലറി 61,000 ആയിരുന്നു. അന്നത്തെ സ്ലാബ് ഇങ്ങനെയൊന്നുമല്ല. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പോലെ ആദ്യത്തെ 2.5 എന്നൊന്നും അന്നത്തെ സ്ലാബ് ഇല്ല. അന്നത്തെ സ്ലാബ് ഇങ്ങനെയായിരുന്നു. ഫസ്റ്റ് 40,000 നിൽ. ഇന്ന് നമ്മളതിന് 2,50,000 പറയുന്നത്. ഫസ്റ്റ് 40,000 നിൽ. നെക്സ്റ്റ് 20,000 10%. അന്ന് 5% ഇല്ല. നെക്സ്റ്റ് 60,000. നെക്സ്റ്റ് 60,000 20%. ബാലൻസ് 30%. ഇങ്ങനെയായിരുന്നു അന്നത്തെ സ്ലാബ്. അതേപോലെ അന്ന് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഒന്നുമില്ല. എഡ്യൂക്കേഷൻ സെസ് ആദ്യമായിട്ട് വന്നത് 2004 2% ആയിരുന്നു. പിന്നീട് ഹയർ എഡ്യൂക്കേഷൻ സെസ് വന്നത് 2007 ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞ് 4% വന്നത് കഴിഞ്ഞ വർഷം മാത്രമാണ്. അന്നൊന്നും സെസ്, എഡ്യൂക്കേഷൻ സെസ്സും ഇല്ല, ഹെൽത്ത് സെസ്സും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഉള്ളതായിരിക്കുന്ന ഒരു എംപ്ലോയിയുടെ റിലീഫ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നാം പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് റിലീഫ് കിട്ടുന്നത്? ഇദ്ദേഹത്തിന് എന്തുണ്ട്? ഏരിയേഴ്സ് ഓഫ് സാലറി 5,000 കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം റിലീഫിന് അർഹനാണ്. ഇദ്ദേഹത്തിൻ്റെ ഇൻകം ഫ്രം അതർ സോഴ്സ്, ഇത് കൂടാതെ സാലറി കൂടാതെ ഇൻകം ഫ്രം അതർ സോഴ്സ് 50,000 ഉണ്ട് എന്നും സങ്കല്പിക്കും. 50,000 ഉണ്ട്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് ഡിഡക്ഷൻസ് 80Cയിൽ 40,000 ഡിഡക്ഷൻസും ഉണ്ടെന്ന് സങ്കല്പിക്കും. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇദ്ദേഹത്തിൻ്റെ ടാക്സ് കാണുക, ഇൻക്ലൂഡിങ് ടാക്സ് കാണുക. ഏതിൻ്റെ മുകളിലാണ് ടാക്സ് കാണേണ്ടത്? ഓൺ ടോട്ടൽ ഇൻകം. അതിൽ യാതൊരു സംശയവുമില്ല.
എപ്പോഴും ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലാണ് ടാക്സ് കാണേണ്ടത്. ഇൻക്ലൂഡിങ് ഏരിയസ്. ഇൻക്ലൂഡിങ് ഏരിയസ് ഒന്നുകൂടെ സ്റ്റെപ്പ് 1 ബൈ ഹാർട്ട് ആക്കണം. കമ്പ്യൂട്ട് ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിങ് ഏരിയസ്. ഈ വർഷത്തെ 2019-20 രണ്ടാമത്തെ സ്റ്റെപ്പ് കമ്പ്യൂട്ട് ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിങ് ഏരിയസ്. എക്സ്ക്ലൂഡിങ് ഏരിയസ് അതും ഈ വർഷത്ത് തന്നെ. അപ്പോൾ എത്ര പ്രാവശ്യം ടാക്സ് കണ്ടു? 2 പ്രാവശ്യം. എന്നിട്ട് പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതിൻ്റെ ഡിഫറൻസ് കാണുക. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് കാണുക. ഡിഫറൻസ് കാണുക, അത് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഇനി ഇതാ ഈ വർഷത്തേക്ക് പോവുക. 1997-98 പോവുക. അതിനുശേഷം അവിടെയും ഇതേപോലെ തന്നെ ടാക്സ് കാണുക ഓൺ ആ വർഷത്തെ ടോട്ടൽ ഇൻകം, ആ വർഷത്തെ സ്ലാബ് അനുസരിച്ച്. ഇൻക്ലൂഡിങ് ഏരിയസ് അവിടെ നമ്മൾ പറയുകയാണ് ഇൻക്ലൂഡിങ് ഏരിയസ്. ഇത് 4ാമത്തെ സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പിൽ വീണ്ടും ആ വർഷത്തെ ടാക്സ് കാണുക. ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിങ് ഏരിയസ്. എക്സ്ക്ലൂഡിങ് ഏരിയസ്. ഈ 4ൻ്റെയും 5ൻ്റെയും ഡിഫറൻസ് കാണുക. ഡിഫറൻസ് കാണുക. ലാസ്റ്റ് സ്റ്റെപ്പ് ഡിഫറൻസിൻ്റെ ഡിഫറൻസ് കാണുക. ഡിഫറൻസ് മൈനസ് ഡിഫറൻസ്. ഈ ഡിഫറൻസിൻ്റെയും ഈ ഡിഫറൻസിൻ്റെയും ഡിഫറൻസ് കാണുക. അതാണ് റിലീഫ്. ഡിഫറൻസിൻ്റെ ഡിഫറൻസാണ് റിലീഫ് അണ്ടർ സെക്ഷൻ 89. ഒന്നുകൂടെ ബൈഹാർട്ടാക്കുക. സ്റ്റെപ്പ് 1 നമ്മുടെ പ്രീവിയസ് ഇയറിൽ ടാക്സ് കാണുക. ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിങ് ഏരിയസ്. 2 കമ്പ്യൂട്ട് ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിങ് ഏരിയസ്. സ്റ്റെപ്പ് 3 കമ്പ്യൂട്ട് ദി ഡിഫറൻസ്. പിന്നെ ഏത് വർഷത്തെ ഏരിയസ് ആണോ കിട്ടിയത് ആ വർഷത്തേക്ക് പോവുക. അവിടെയും സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. കമ്പ്യൂട്ട് ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിങ് ഏരിയസ്. 5th സ്റ്റെപ്പിൽ കമ്പ്യൂട്ട് ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിങ് ഏരിയസ്. പിന്നെ അത് തമ്മിലുള്ള ഡിഫറൻസ് കാണുക. 7th സ്റ്റെപ്പിൽ ഡിഫറൻസിൻ്റെ ഡിഫറൻസ് കാണുക. അതാണ് റിലീഫ് അണ്ടർ സെക്ഷൻ 89. നമുക്കിനി പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് 2019-20 ആദ്യം ടോട്ടൽ ഇൻകം കാണാം. സാലറി ഇൻക്ലൂഡിങ് ഏരിയസ് 5,15,000. സ്റ്റാൻഡേർഡ് ഡിഡക്ഷനൊക്കെ കഴിഞ്ഞതാണ് എന്ന് അസംഷൻ എടുക്കുക. 5,15,000. ഇൻകം ഫ്രം അതർ സോഴ്സ് 50,000. ടോട്ടൽ ചെയ്യുക 5,65,000. 5,65,000. അവിടെ ഈ 5,50,000 നിന്ന് 65,000 നിന്ന് ലെസ്. ഇതെന്താ? GTI ഗ്രോസ് ടോട്ടൽ ഇൻകം ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C 40,000. 40,000 ആണ് അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിഡക്ഷൻ കണ്ടത്. അപ്പോൾ 5,15,000 5,25,000. ഇതാണ് ടോട്ടൽ ഇൻകം. ഇതിൻ്റെ മുകളിൽ ടാക്സ് കാണുക. ആദ്യത്തെ 2.5 നിൽ. ഫസ്റ്റ് 2.5 നിൽ. പിന്നത്തെ 2.5 5%.
12,500. 12,500. Next 25,000. 20%. 20%. 5,000. Total 17,500. 17,500. Add cess. Health and education cess 4%. 4%, 175, 175, 175 into 4. അപ്പോഴേ 350, 350, 700 ഉണ്ടാവും. 700. 0, 0, 2, 8, 18,200. ഇതാണ് ഒന്നാമത്തെ ലെവലിലുള്ളതായിരിക്കുന്ന ടാക്സ്. 18,200. നമുക്ക് വേണ്ട ഒന്നാമത്തെ ഫിഗറാണത്. നെക്സ്റ്റ് കമ്പ്യൂട്ട് ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിങ് ഏരിയസ്. എക്സ്ക്ലൂഡിങ് ഏരിയസ്. അതിനാദ്യം ടോട്ടൽ ഇൻകം കാണണം. ടോട്ടൽ ഇൻകം സാലറി. അവിടെ 5,10,000 എടുക്കാൻ പാടുള്ളൂ, എരിയർ എടുക്കരുത്. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സ് 50,000. ടോട്ടല് 5,60,000. The GTI less deduction under section 80C 40,000. Total income 5,20,000. ഇനി ടാക്സ് കാണാം. ആദ്യത്തെ 2,50,000 എന്നിൽ. നെക്സ്റ്റ് 2,50,000 5%, 12,500. 12,500. Next 20,000. 20%, 4,000. Total 16,500. 16,500. Add 4% cess. Add 4% cess. 460. 330, 660. 660. ടോട്ടൽ ചെയ്യാം. 0, 6, 1, 7, 17,160. ഇതാണ് നമുക്ക് വേണ്ട രണ്ടാമത്തെ ഫിഗർ. രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ള ഫിഗറാണ് 17,160. സ്റ്റെപ്പ് ഒന്നിലുള്ള സംഖ്യ നമുക്ക് കിട്ടിയത് എത്രയാ നോക്ക്. 18,200. സ്റ്റെപ്പ് 2 സംഖ്യ നമുക്ക് കിട്ടിയത് 17,160. 160. ഇനി ഇതിൻ്റെ ഡിഫറൻസ് കാണുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. 18,200 മൈനസ് 17,160. 0, 3, 0, 1, 1,030. 1030. ഇനി ഈ വർഷത്തേക്ക് പോവുക, മുൻ വർഷങ്ങളിലേക്ക് പോവുക. അവിടെ സാലറി മാത്രമേ ഉള്ളൂ എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ GTI സാലറി മാത്രമാണ്, വേറൊന്നുമില്ല. GTI ഇൻക്ലൂഡിങ് ഏരിയസ് 61,000. 56,000 5,000 61,000.
ഇതാണ് GTI. അത് തന്നെ അന്ന് ഉള്ള ഡിഡക്ഷൻസ് ഒന്നും നമുക്ക് തന്നില്ല. അപ്പോൾ അത് തന്നെ ടോട്ടൽ ഇൻകവും സെയിം തന്നെ. GTIയും സെയിം തന്നെ, ടോട്ടൽ ഇൻകവും സെയിം തന്നെ, 61,000. ഇനി ഇതിനെ നമുക്ക് ടാക്സ് കാണുക. അന്നത്തെ റേറ്റ് ഉപയോഗിച്ച് കാണണം. ഫസ്റ്റ് 40,000 നിൽ, നെക്സ്റ്റ് 20,000, 10%, 2,000, പിന്നെ 1,000, 20%, 200. അന്നത്തെ റേറ്റാണ് 2,200. അന്ന് സെസ് ഒന്നുമില്ല, അതുകൊണ്ട് ആ സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയതായിരിക്കുന്ന ആൻസർ നാലാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയതായിരിക്കുന്ന ആൻസർ 2,200. ഓക്കെ, ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് അന്നത്തെ ടാക്സ് കാണുക. എക്സ്ക്ലൂഡിങ് ഏരിയസ്. അപ്പോൾ അന്നത്തെ ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിങ് ഏരിയസ് ആണ്. ടോട്ടൽ ഇൻകം $56,000 എക്സ്ക്ലൂഡിങ് ആണ്. ടാക്സ് ആദ്യത്തെ 40,000 നിൽ, നെക്സ്റ്റ് 16,000, 10%, 16,000. വേറൊന്നും കൂട്ടാനില്ല. ഇതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പിലെ ആൻസർ. 1,600. 16,000 അല്ല, 1,600. നെക്സ്റ്റ് ആറാമത്തെ സ്റ്റെപ്പ്. ഇതിൻ്റെ ഡിഫറൻസ് കാണുക. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് കാണുക. 2,200 മൈനസ് 1,600, 0, 0, 600 ആണ് ഇതിൻ്റെ ഡിഫറൻസ്. നെക്സ്റ്റ് റിലീഫ് കാണുക. ലാസ്റ്റ് സ്റ്റെപ്പ്, ഏഴാമത്തെ സ്റ്റെപ്പ് റിലീഫ് കാണുക. റിലീഫ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് ഡിഫറൻസസ്. എത്ര ആദ്യത്തെ ഡിഫറൻസ് എത്ര? 1,030 മൈനസ് രണ്ടാമത്തെ ഡിഫറൻസ് എത്രയാ? 600. അപ്പോൾ 1,030 600 കഴിച്ചാൽ 430. ഇതാണ് റിലീഫ്. 430 ആണ് റിലീഫ്. അപ്പോൾ ടാക്സ് കൊടുക്കേണ്ടത് എത്രയാണ്? റിലീഫ് ഇല്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹം ടാക്സ് കൊടുക്കേണ്ടത് 2019-20 ഇദ്ദേഹം ടാക്സ് കൊടുക്കേണ്ടത് 18,200 രൂപയായിരുന്നു. റിലീഫ് ഇല്ലെങ്കിൽ 18,200 രൂപയായിരുന്നു. ഇതിൽ നിന്ന് ലെസ് റിലീഫ് അണ്ടർ സെക്ഷൻ 89 എത്ര രൂപ റിലീഫ് കിട്ടൂ? 430. 2,000 രൂപയുടെ അധ്വാനിച്ച് കാൽക്കുലേഷനൊക്കെ നടത്തിയാൽ റിലീഫ് കിട്ടുന്നതാണ് എത്ര? 430 രൂപ റിലീഫ് കിട്ടും. കൊറോണ കാലത്ത് വീട്ടിലിരിക്കുന്ന നേരം വെറുതെ ഇങ്ങനെ കൂട്ടിയും കഴിഞ്ഞ് 430 രൂപ സമ്പാദിക്കാം. നിങ്ങൾക്കും പണക്കാരനാവാം, സമ്പാദിക്കാം. 430 രൂപ. 0, 7, 11 4 പോയാൽ 7, 17,770 രൂപ ടാക്സ് അടച്ചാൽ മതി. 17,770 രൂപ ടാക്സ് അടച്ചാൽ മതി. എന്ത് കഴിച്ചിട്ട്? റിലീഫ് കഴിച്ചിട്ട്. ഇതാണ് റിലീഫ് അണ്ടർ സെക്ഷൻ 89 ഇൻ റെസ്പെക്ട് ഓഫ് ഏരിയസ് ഓഫ് സാലറി. ഗ്രാറ്റുവിറ്റിൻ്റെ അത് ഇങ്ങനെയല്ല, അത് മറ്റൊരു രീതിയിലാണ്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കും.